ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ നമുക്ക് ആദ്യം തന്നെ y ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താലോ? അതല്ലേ നല്ലത്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ്, മൈനസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 2. y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് എക്സ് മൈനസ് 3x പ്ലസ് 2. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ആണ്. ഡി വൈ ബൈ ഡി എക്സ് കാണണം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ആ എക്സിലുള്ള എക്സ്പ്രഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. ഇതാദ്യം എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് കാണണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലേ, ഫോർമുല എഴുതി വെക്കുക. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ് കാണാനുള്ള ഫോർമുല. അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതണം. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? എഫ് ഓഫ് എക്സ് അറിയാം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതണമെങ്കിൽ റീപ്ലേസിങ് എക്സ് ബൈ എക്സ് പ്ലസ് എച്ച് അല്ല, ഇതിനു മുമ്പ് പറഞ്ഞു തന്നിരുന്നു. എക്സ് എവിടെയൊക്കെ ഉണ്ടോ എന്ന് നോട്ട് ചെയ്യും. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എക്സ് പ്ലസ് എച്ച് എഴുതിയാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കിട്ടും. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കിട്ടാൻ റീപ്ലേസിങ് എക്സ് ബൈ എക്സ് പ്ലസ് എച്ച്. ആ എക്സ് പ്ലസ് എച്ച് എഴുതുമ്പോൾ അതിനൊരു ബ്രാക്കറ്റ് നിർബന്ധമാണ്. ഇവിടുത്തെ ഈ എക്സ് മാറിയിട്ട് എക്സ് പ്ലസ് എച്ച് ആയി മാറും. ഓൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മതി. മൈനസ് 3 ഇൻറ്റു ഈ എക്സ് എന്നുള്ളത് മാറിയിട്ട് എക്സ് പ്ലസ് എച്ച് ആവും. പ്ലസ് 2 എന്നുള്ളത് പ്ലസ് 2 തന്നെ. ഈ എഴുതിയിരിക്കുന്നതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കഴിഞ്ഞാൽ അടുത്തത് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ വരും. ഇവിടെ മൈനസ് 3 ഉള്ളിലോട്ട് എടുത്താൽ മൈനസ് 3x മൈനസ് 3h, മൈനസ് 3x മൈനസ് 3h. ഇവിടെ ഒരു 2 ഉണ്ട്. ഇനി ഈ മൈനസ് ഈ ബ്രാക്കറ്റിനുള്ളിലോട്ട് കൊണ്ടുപോവാം. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് മൈനസും പ്ലസ് ആയിട്ട് പ്ലസ് 3x മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ഇങ്ങനെ വരും. ഒരുപാട് ടേമുകൾ ക്യാൻസലായി പോവും. ഏതൊക്കെയാണ് ക്യാൻസൽ ആവണേന്ന് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസലായി. മൈനസ് 3x പ്ലസ് 3x ക്യാൻസലായി. പ്ലസ് 2ഉം മൈനസ് 2ഉം ക്യാൻസലായി. ബാക്കിയെല്ലാം അല്ല, ഇത്രയും ടേംസ് ക്യാൻസലായി. അപ്പോൾ ബാക്കിയുള്ള ടേംസുകൾ എഴുതാം. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഇവിടെ ഒരു 2xh ഉണ്ട്. ഇവിടെ ഒരു എച്ച് സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു മൈനസ് 3h ഉണ്ട്. ഓൾ ഡിവൈഡ് ബൈ എച്ച്. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ടേമിനെയും എച്ച് വെച്ച് ഡിവൈഡ് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ഓരോ ടേമിനെയും എച്ച് വെച്ച് ഡിവൈഡ് ചെയ്യണം. 2xh ബൈ എച്ച്, 2xh ബൈ എച്ച് ചെയ്താൽ എച്ച് വെട്ടിപ്പോവും, 2x കിട്ടും. എച്ച് സ്ക്വയർ ബൈ എച്ച് ചെയ്താൽ ഒരു എച്ച് വെട്ടിപ്പോയിട്ട് എച്ച് കിട്ടും. 3h ബൈ എച്ച് ചെയ്താൽ 3 വരും. ഇനി എച്ചിന് 0 കൊടുക്കുക, കാരണം എച്ച് ടെൻഡിങ് ടു 0 ആണല്ലോ. എച്ചിന് 0 കൊടുത്താൽ 2x മൈനസ് 3 വരും. സോ dy ബൈ dx 2x മൈനസ് 3 ആണ്.